ഫ്രണ്ട്സ് മുക്താറാണ് അങ്ങനെ പാർട്ട് 2 പോവാണ് നമ്മൾ യൂസ്ഡ് കാറിൽ മാക്സിമം ബഡ്ജറ്റ് കാറുകൾ. ഇത് ആൾട്ടോ എടുക്കുന്നതാ 45,000 ആൾട്ടോ എടുക്കുന്നതാ 2011 അല്ലേ 2010-11 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയൊക്കെ സ്വിഫ്റ്റ് 180 കാറ്റൺ ഓട്ടോമാറ്റിക് വരുന്ന 2017 ഇങ്ങനെ തരാൻ പോകുന്നത് വെറും 2,70,70,000 കഴിഞ്ഞിട്ടില്ലേ? ഓഫർ ഉണ്ട്. എർട്ടിക വേണോ? ഈ എർട്ടിക 2012 മോഡൽ തരുന്നത് എത്ര? 3,60,000. പാർട്ട് 2 മാക്സിമം റേറ്റ് കുറഞ്ഞിട്ടുള്ള വണ്ടികളാണുള്ളത്. ഹസൻക നമ്മളെ കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത് സ്ഥലം കാക്കഞ്ചേരിയാണ്. രാമനാട്ടിൽ നിന്ന് തൃശ്ശൂർ റൂട്ടില്, അതായത് നമ്മളെ കാക്കഞ്ചേരി പള്ളിക്കൽ ബസാർ റോഡിൽ വന്ന യൂസ്ഡ് കാറിലാണ്. ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞ മാതിരി തന്നെ നിങ്ങൾ എവിടുന്ന് വണ്ടി എടുക്കുകയാണെങ്കിൽ പൂർണ്ണമായും ചെക്ക് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക അല്ലേ? അങ്ങനെയല്ല കാര്യങ്ങൾ. ഹസൻക വീഡിയോയിലേക്ക് പോകല്ലേ? എന്നാൽ മാക്സിമം ബഡ്ജറ്റ് കാറിന്റെ ഒരു വമ്പൻ കളക്ഷൻസ് ആണ്. പാർട്ട് 2 ആണ്. ഇനി 1 കാണാത്ത ആൾക്കാരാണെങ്കിൽ പാർട്ട് 1 കണ്ടിട്ട് പാർട്ട് 2 കണ്ടോളിട്ടോ. അടിയിൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളെ പാർട്ട് 2 ആണ്. ഫസ്റ്റ് മാരുതിന്റെ ബലോന്നാണ് തുടങ്ങുന്നത്. എങ്ങനെയുണ്ട്? എങ്ങനെ ഡീറ്റെയിൽസ്? 2022 6000 കിലോമീറ്റർ ഓടി വണ്ടി. പെട്രോൾ ഇല്ലല്ലോ. 2022 പെട്രോൾ വാങ്ങിച്ചു വരുന്നത്. സെക്കൻഡ് ഓണർ. കിലോമീറ്ററോ? കിലോമീറ്റർ 6000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ട് ഹിസ്റ്ററി അവൈലബിൾ ആണ്. പ്രൈസ് ആണ് വരുന്നത്. പൈസ നമുക്ക് 7.5 കൊടുക്കാം. 7.5. എത്ര ലോൺ കയറും? 7.5 ലോൺ കയറും. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നതാണ്. ഇത് 2018 സ്വിഫ്റ്റ് ഡീസലോ പെട്രോളോ? പെട്രോൾ ആണ്. LXI ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ ഓണർ. കിലോമീറ്റർ 70,000 കമ്പനി സർവീസ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്. ഇത് നമുക്ക് 5.15 കൊടുക്കാം. 5.15 2012 പെട്രോൾ LXI കൊടുക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്ന i20 ആണ് വരുന്നത്. i20 ഏതാ മോഡൽ വരുന്നത്? ഇത് 2019 ഓപ്ഷണൽ ഡീസൽ ആണ്. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സിംഗിൾ ആണ്. കിലോമീറ്ററോ? 72,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 7.65 കൊടുക്കാം. 7,60,000 കൊടുക്കാം. എത്ര ലോൺ കയറും? 7.60 ലോൺ കയറും. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. 2019 ഡീസൽ 70,000 കിലോമീറ്റർ. ഓക്കെ. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? i20. 2014-15 ഡീസൽ ആസ്റ്റ. 14-15 ഡീസൽ ആസ്റ്റ. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സിംഗിൾ ഓണർ കമ്പനി സർവീസ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.30. റീപ്ലേസ്മെന്റ് ഒരു ഡോർ റീപ്ലേസ് ഉണ്ട്. ഒരു ഡോർ മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. വണ്ടിയാണ്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 3.85 കൊടുക്കാം. 3,80,000 കൊടുക്കാം അല്ലേ? ഓക്കെ. 4,400 രൂപ ലോൺ കയറുന്ന വണ്ടിയാട്ടോ. ഓക്കെ. അപ്പൊ ക്യാഷ് ബാക്ക് എന്തായാലും ഉണ്ടാവും. ഇത് റിഡ്സ് ആണ്. ഈ റിഡ്സ് എങ്ങനെ ഡീറ്റെയിൽസ്? 2013 ZDI ആണ്. സെക്കൻഡ് ഓണർ. 1.20 ഓടി. കമ്പനി സർവീസ്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 3.55 കൊടുക്കാം. 3,50,000. എത്ര ലോൺ കയറും? ഏകദേശം 3-3.25 അടുത്ത് ലോൺ കയറും. എന്തായാലും ചെയ്യും. അതായത് ഒരു 20,000-30,000 വണ്ടി വണ്ടി ഓടിയില്ല. ഓക്കെ. നെക്സ്റ്റ് ഒരു i10 ആണ് വരുന്നത്. i10 എങ്ങനെ ഡീറ്റെയിൽസ്? 2018 ആസ്റ്റ 40,000 കിലോമീറ്റർ ഓടി. സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർഷിപ്പ്. 1.2. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വരുന്നത്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 4.35 കൊടുക്കാം. 4,30,000. എത്ര ലോൺ? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. വണ്ടികളുള്ളൂ. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ സ്വിഫ്റ്റ് വരുന്നുണ്ട്. സ്വിഫ്റ്റ് എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? സ്വിഫ്റ്റ് 2015 VDI സെക്കൻഡ് ഓണർ 80,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ് ഒന്നുമില്ല കമ്പനി സർവീസ്. 80,000 കിലോമീറ്റർ ഉള്ളൂ. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് 4.35 കൊടുക്കാം. 4,30,000 അല്ലേ? എത്ര ലോൺ കയറും? 4 രൂപ ലോൺ ചെയ്തു. ഒരു 30,000 വണ്ടി ഇവിടെ നടക്കാം. ഓക്കെ. വണ്ടി കേട്ടോ. ഞാൻ അതുപോലെ തന്നെ അടുത്ത വാഗണറിന്റെ കാറ്റഗറി അല്ലേ? റിഡ്സ് വാഗണർ. ഈ റിഡ്സിലെ പോവാ അല്ലേ? റിഡ്സ് എങ്ങനെ ഡീറ്റെയിൽസ്? 2012 മോഡൽ VDI. 2012 ഡീസൽ. ഓണർഷിപ്പ് 3 ആണ്. 1.40 ഓടിയുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓണർഷിപ്പ് സെക്കൻഡ്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 2.65 കൊടുക്കാം. 2,60,000. എത്ര ലോൺ കയറും? 2-2.25 അടുത്ത്. എന്തായാലും ചെയ്യാം. 2015 VXI ആണ്. 2015 VXI മൂന്നാമത്തെ ഓണർ. 83,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പ്രൈസ് ആണ് വരുന്നത്? ഇത് 3.35. 3.35. എത്ര ലോൺ കയറും? 3-3.15 ലോൺ കയറും. അതായത് 15,000 വേണ്ടല്ലേ? ഓക്കെ. ഞാൻ അതേപോലെ തന്നെ i10 എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2016 ആസ്റ്റ 1.2 സെക്കൻഡ് ഓണർ. 70,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വരുന്നത്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 3.90 കൊടുക്കാം. 3.90 കൊടുക്കാം. എത്ര ലോൺ കയറും? 3.70 ലോൺ. 3.70. ഒരു 20,000 വണ്ടി ഇവിടെ നടക്കാം അല്ലേ? ഓക്കെ. ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന വാഗണർ എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2016 VXI സിംഗിൾ ഓണർ. 74,000 കിലോമീറ്റർ. ഒരു 74,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. റീപ്ലേസ്മെന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ. പ്രൈസ് ആണ് വരുന്നത്?
പ്രൈസ് 3,65 കൊടുക്കും. 3,65,000. എത്ര ലോൺ കയറും? 3,40 വരെ ലോൺ കയറും. അതായത് ഒരു 20-25 രൂപയുടെ വണ്ടി സുഖമായിട്ട് ഇവിടെ നടക്കല്ലേ. ചെറിയ പൈസക്ക് ഇറക്കാൻ പറ്റുന്ന വണ്ടികളാണ്, ബഡ്ജറ്റ് വണ്ടികളാണ്. ഓക്കെ. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് വാഗണർ തന്നെയാണ് വരുന്നത്. വാഗണർ ഏകദേശം ഒരു 4 ഉണ്ടല്ലേ? വാഗണർ 6 ഉണ്ട്. ഓക്കെ. ഇതാണ് ഡീറ്റെയിൽസ്. ഇത് 2019 സെക്കൻഡ് ഓണർ, കിലോമീറ്റർ ടൈപ്പാണ്. 60,000. റീപ്ലേസ്മെന്റ് ബോണറ്റ് മാറിന്റെ കമ്പനി ഹിസ്റ്ററിണ്ട്. മറ്റേ അപ്രോൺ കാര്യങ്ങളൊന്നും ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വരുന്നത്. പ്രൈസ് ആണ് വരുന്നത് ഇത് 4,45 കൊടുക്കും. 4,45,000. എത്ര ലോൺ? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കല്ലേ. ഓക്കെ. ഇനിയിപ്പോ ഇതോ? ഇത് 2013 VXI. 2013 VXI സെക്കൻഡ് ഓണർ 60 ഓടി. 60 ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണല്ലേ. പ്രൈസ് ആണ് വരുന്നത്? നമുക്ക് 2,65 കൊടുക്കാം. 2,65,000. എത്ര ലോൺ കയറും? 2,40, 2,30 ലെവലിൽ ലോൺ ചെയ്തു. ഒരു 30,000 രൂപ വണ്ടി ഇവിടെ നടക്കല്ലേ. VXI ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് സ്വിഫ്റ്റ് ആണ് വരുന്നത്. സ്വിഫ്റ്റ് ഏതാ മോഡൽ വരുന്നത്? സ്വിഫ്റ്റ് 2014 VDI സെക്കൻഡ് ഓണർ. ഡീസൽ ആണ് വരുന്നത്. ഡീസലാണ്. കിലോമീറ്റർ 97. റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസും ബോണറ്റും മാറിയിട്ടുണ്ട്. ഫ്രണ്ട് ഗ്ലാസും ബോണറ്റും അപ്രോൺ കാര്യങ്ങൾ എന്തെങ്കിലും ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് 3,35 കൊടുക്കാം. 3,35. എത്ര ലോൺ കയറും? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കല്ലേ. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ഇയോൺ വരുന്നുണ്ട്. ഇയോൺ കുറവല്ലേ പ്രാവശ്യം? ഇയോൺ 3-4 3-4 ഇയോൺ എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2012 മോഡൽ സിംഗിൾ ഓണർ. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇറാ പ്ലസ് ആണ്. 1,15 ഓടി. 1,15. 2012 സിംഗിൾ ഓണർഷിപ്പ്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 1,55 കൊടുക്കാം. 1,55,000. 2012. ഓക്കെ. ഈ ഒരു ഇയോണോ? അത് 2012-13 റേസർ. രണ്ടും 13 റേസർ ഉണ്ട്. രണ്ടും 12-13 രജിസ്ട്രേഷൻ അല്ലേ? ഓണർഷിപ്പോ? ഇത് ഓണർഷിപ്പ് 4 ഓണർഷിപ്പാണ്. 4 ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,10 ഓടി. 1,10. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇറാ പ്ലസ് മാഗ്നറ്റ് സെറ്റ് ഒക്കെ ചെയ്ത വണ്ടിയാണ്. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 1,55 കൊടുക്കാം. 1,55 കൊടുക്കാം. എത്ര ലോൺ കയറും? ലോൺ ശ്രീരാമർ 1,10 ഒക്കെ ചെയ്യാം. 1,10 ചെയ്യാം. ഓണർഷിപ്പ് കൂടാതെ വേറെ ബാങ്കുകൾ ചെയ്യാം. ഓക്കെ. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് ആൾട്ടോ 22 മോഡൽ 4,000 കിലോമീറ്റർ ഓടി കമ്പനി വാറണ്ടിയിലെ വണ്ടിയാണ്. 4,000 കിലോമീറ്റർ കമ്പനി വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. BS6 ആണ്. എയർ ബാഗ് ABS ഒക്കെ വരുന്ന വണ്ടിയാണ്. ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് 4,10 ലാസ്റ്റ് കൊടുക്കാം. 4,10 ഫൈനൽ ആയിട്ട് കൊടുക്കാം. എത്ര ലോൺ കയറും? അത് ഏകദേശം 4,10 കയറും. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഈ സ്വിഫ്റ്റോ? അത് കൊടുത്തതാണ്. സെലാരിയ കൊടുത്താണ്. ഈ കൊടുത്താണ്. ബാക്കിൽ കുറേ വണ്ടി കൊടുത്തിട്ടുണ്ട്. ഇതെടുക്കൊന്ന്. ഇതേതാ? ഇത് 2012 W8 ആണ്. 2012 W8 അല്ലേ? കേരള വണ്ടി. റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. ഓണർഷിപ്പ് 4. കിലോമീറ്റർ 1,16. 1,16. ബലൂൺ ടയറും കാര്യമൊക്കെ ചെയ്ത വണ്ടി. ഒന്നും ചെയ്തില്ല. ഇന്നലെ വന്നിട്ടുള്ളൂ. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് 4,35 കൊടുക്കാം. 4,35,000 കൊടുക്കാം. എത്ര ലോൺ കയറും? 4 രൂപ ലോൺ ചെയ്തു. 4 രൂപ ലോൺ കയറും. ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ളതാണ്. നെക്സ്റ്റ് കാണിക്കാനുള്ള കൊടുത്താണ്. ഓൾമോസ്റ്റ് അതേ വണ്ടികളും പോയിക്കണല്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെങ്ങനെ ആൾട്ടായിട്ടുണ്ട്? ഒരുപാട് വണ്ടികൾ കൊടുത്തതല്ലേ? അവരെ 8 നമ്മുടെ ലോണിലാണ്. ഒക്കെ ചിലപ്പോ പൊട്ടും, ചിലപ്പോ കിട്ടും. അങ്ങനെയാണ്. ആ ലെവലിലാണ്. അപ്പൊ ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2015 VXI സെക്കൻഡ് ഓണർ 70 ഓടി കമ്പനി സർവീസ്. ഒന്നുമില്ല. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. പ്രൈസ് നമുക്ക് 2,20. 2015 VXI കമ്പനി സർവീസിൽ വേണ്ടി റീപ്ലേസ് 2,20 അല്ലേ? ഓക്കെ. ഈ ഒരു കിഡ് 2016 മോഡലാണ്. സിംഗിൾ ഓണർ ആണ്. 53,000 കിലോമീറ്റർ ഓടി കമ്പനി സർവീസ്. 5 പുത്തൻ ടയറാ. സ്റ്റെപ്പിന് ഭൂമി തട്ടിയില്ല. ഓക്കെ. കിലോമീറ്റർ എത്ര പറഞ്ഞത്? 53. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. പ്രൈസ് നമുക്ക് 2,40,000 രൂപ. 2,40 കൊടുക്കാം. എത്ര ലോൺ കയറും? 2,30, 2,15 ലോൺ. ഓക്കെ. ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ളതാണ്. നെക്സ്റ്റ് ഒരു ഇയോൺ കൂടി കാണിച്ചാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇയോൺ കൂടി കാണിച്ചാൽ നമ്മള് പൂരം നിർത്താൻ പോവാണ്. ഇതെങ്ങനെ? 2015 മോഡൽ സെക്കൻഡ് ഓണർ 72,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അവൈലബിൾ ആണ്. ഓക്കെ. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് ഇറാ പ്ലസ് ആണ് വരുന്നത്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 1,95 നെറ്റ് കൊടുക്കാം. 1,95 ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ക്വാളിറ്റി വണ്ടിയാണ്. എന്തായാലും എല്ലാ മാസം 1-ാം തീയതി നിങ്ങളെ വീഡിയോ വരുമ്പോൾ ഒരു വർക്കത്തുണ്ട്. ഓഫർ ഉണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. കാരണം 31-ാം തീയതി അല്ല, 30-31 എല്ലാ ടൈമിലും സാലറി കിട്ടുമ്പോൾ കാറ് വാങ്ങാനുള്ള പ്രതീക്ഷയൊക്കെ വെച്ച് ഒരുപാട് ആൾക്കാർ നിൽക്കും. അപ്പൊ നിങ്ങളെ വീഡിയോ തന്നെ കാണുമ്പോൾ എന്താ അറിയോ, ആ ഒരു കറക്റ്റ് ടൈമിന് സാധനം കിട്ടും. എന്നിട്ട് നമ്മളെ സ്പോട്ട് എവിടെ കറക്റ്റ് വരുന്നത്? സ്പോട്ട് വരുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, എല്ലാ വീഡിയോയിലും പറഞ്ഞില്ല. പിന്നെ വിളിക്കുന്ന ആൾക്ക് കാറ്റലോഗ് അയച്ചു കൊടുക്കുക, ലൊക്കേഷൻ അയച്ചു കൊടുക്കുക, ഓരോ വണ്ടി മെൻഷൻ ചെയ്ത് വിട്ടാൽ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. വണ്ടി വരുന്ന ആൾക്കാർക്ക് വർക്ക്ഷോപ്പ് കൊണ്ടുപോയി ചെക്ക് ചെയ്യുക, ആളെ കൊടുന്ന് ചെക്ക് ചെയ്യുക. വണ്ടി എടുക്കുന്നതിന് മുന്നേ എങ്ങനെ ചെക്ക് ചെയ്യുക? പൂർണ്ണമായും ചെക്ക് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആണ് മാത്രം വണ്ടി എടുത്താൽ മതി. അപ്പൊ നമ്മളെ വണ്ടി ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ കസ്റ്റമർ എന്നിട്ട് ലോൺ ഇല്ലാതെ എടുക്കുകയാണെങ്കിൽ 5-10 ദിവസം ഉപയോഗിച്ചോട്ടെ, എന്നിട്ട് നമുക്ക് മേജർ കംപ്ലൈന്റ് തിരിച്ചെടുക്കാം. പക്ഷേ ലോൺ ആകുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ തിരിച്ചെടുക്കാൻ ലോൺ ഇടുന്ന കസ്റ്റമർ ആദ്യം കൊണ്ടുപോയി ഫുള്ള് കൊണ്ടുപോയി ചെക്ക് ചെയ്യുക, കൊടുന്നും ചെക്ക് ചെയ്യുക, ആളെ കൊടുന്നും ചെക്ക് ചെയ്യുക, വണ്ടി കൊണ്ടുപോയി ചെക്ക് ചെയ്യുക. അപ്പൊ ഇത് കറക്റ്റ് സ്പോട്ട് നമ്മളെ കോഴിക്കോട് കാക്കഞ്ചേരി അല്ലാമീൻ യൂസർ കാർ, അതായത് കാക്കഞ്ചേരി നമ്മളെ പള്ളിക്കൽ ബസാർ റോഡിൽ വന്നു കഴിഞ്ഞാൽ
അല്ലാമീൻ യൂസർ കാറാണ് വരുന്നത്. അപ്പൊ എന്തായാലും നമ്പറിൽ വിളിക്കുക, 4 നമ്പർ ഉണ്ട്, ആ നമ്പറിൽ നിങ്ങൾ വിളിക്കുക. നിങ്ങൾക്ക് അഥവാ ഡീറ്റെയിൽസ് കാറ്റലോഗ് എന്ത് വേണമെങ്കിലും എല്ലാം അയച്ചു തരും. ആരും മിസ്സാക്കണ്ട സ്പോട്ടും കാര്യങ്ങളും. വണ്ടി എടുക്കുന്നതിന് മുന്നേ പൂർണ്ണമായും ചെക്ക് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക.